ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുന്തിരിക്കൊത്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് ചെറുപയർ ഇതുപോലത്തെ ഒരു കപ്പിന് അളന്നെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് കല്ലൊക്കെ പറക്കി മാറ്റി കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പയറിലൊക്കെ ചിലപ്പോൾ ചെറിയ കല്ലൊക്കെ കാണും, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് നോക്കി വേണം ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ കല്ലൊക്കെ വയറ്റിനകത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ദീപാവലിയൊക്കെ അല്ലേ, എല്ലാവരും മധുരപലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുന്നവരും ചെയ്യുന്നവരൊക്കെ കാണും. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ റെസിപ്പി ഇതായിക്കോട്ടെ കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ദീപാവലി. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം വാർന്നു പോകാനായിട്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഉരുളിക്കകത്ത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്, ഇങ്ങനത്തെ പാത്രത്തിനൊക്കെ നല്ല ചൂട് നിൽക്കും. അപ്പോൾ തീ നോർമലിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വറുക്കാൻ. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 8 എണ്ണത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. 8-10 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെ നല്ലൊരു മണം നമുക്കിതിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് നിറം മാറി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ പച്ച കളറെല്ലാം മാറി ഇതുപോലെ ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതിനായിട്ട് ഒരു 350 ഗ്രാമോളം എടുത്തിട്ടുണ്ട് ശർക്കര. അതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ അതാ നമ്മുടെ ശർക്കരയും നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ ഉരുളിയിൽ തന്നെ നമുക്കൊരു 1.5 കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി ദിവസം വെച്ചേക്കുന്നതായിട്ടുള്ളത് കൊണ്ട് തേങ്ങയൊക്കെ നമ്മൾ വറുത്ത് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് നല്ലപോലെ ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അതിൻ്റെ ജലാംശം എല്ലാം ഒന്ന് ആദ്യം ഒന്ന് മാറി വരട്ടെ. ഈ സമയം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരല്പം നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ. അതിനുശേഷം ഇനി നല്ലപോലെ ഒന്ന് വറുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇതുപോലെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് നല്ലപോലെ മൂത്തിട്ടുണ്ട്, ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ പയറും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് പയർ ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാൻ പയറെല്ലാം 2 പ്രാവശ്യമായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം മധുരത്തിന് ഓരോരുത്തർക്ക് ചിലർക്ക് മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട്, മധുരം ഇച്ചിരി മീഡിയം പരുവത്തിൽ മധുരം ഉപയോഗിക്കുന്നവർ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി കുറേശ്ശെ ഞാനിത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ആദ്യം ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല, ഞാൻ കുറേശ്ശെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഈ ശർക്കരയൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഏലക്കാടെയൊക്കെ മണം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ അത് ഒന്ന് നമ്മളിങ്ങനെ ബോളായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടണം, ആ കണക്കിന് വേണം നമുക്കതൊന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് ദിവസമൊക്കെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളത് ആദ്യത്തെ ദീപാവലിക്ക് ആദ്യത്തെ റെസിപ്പിയായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഹൈപ്പും കൂടെ തരണം കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിതുപോലെ ഒന്ന് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഒരുപാട് ലൂസായിട്ട് അല്ല ഞാനിവിടെ കലക്കിയെടുക്കുന്നത്, ഒരിച്ചിരി തിക്കായിട്ട് തന്നെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുട്ടി വെച്ചേക്കുന്ന ആ ബോൾ ഇതിൽ മുക്കിയെടുക്കുമ്പോൾ അതിൽ മാവ് പിടിച്ച് കിട്ടണം, അതിന് ആ പരുവത്തിൽ വേണം നമുക്കൊന്ന് മുക്കിയെടുക്കാൻ. അപ്പോൾ മുന്തിരിക്കൊത്ത് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ 2-3 ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടാറുണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ആദ്യം അങ്ങനെ ഇട്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ മുക്കുന്ന വീഡിയോ ഞാൻ എടുത്തെങ്കിലും പക്ഷേ ആ എണ്ണയ്ക്കകത്ത് ഇടുന്ന വീഡിയോ ഞാൻ ആദ്യം എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കെല്ലാം ഒന്ന് മുക്കിയിട്ട് നല്ല തിളച്ച എണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന്
തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ടായി പിന്നെ ഞാൻ ഇട്ടത് കേട്ടോ. ആദ്യം ആ രണ്ട് എണ്ണം അങ്ങനെ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ചിലർ 3 എണ്ണമൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരുപോലെ മുക്കി ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ഇടാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടോ, ആദ്യത്തെ സെറ്റ് ഞാനിവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മുന്തിരിക്കൊത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.